നമസ്തേ. സാന്ദ്രാനന്ദാവബോധാത്മകനായ വാതാലയേശന്റെ വാസസ്ഥലമായ പുണ്യഭൂമിയാണ് ഗുരുവായൂർ. ക്ഷേത്രവും അനുബന്ധമായ ഓരോ സംഭവങ്ങളും ഗുരുവായൂപുര മാഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ ഓരോ മണൽത്തരിയിലും ഭൂലോക വൈകുണ്ഠമായ ഗുരുവായൂരും വൈകുണ്ഠനാഥനായ ശ്രീ ഗുരുവായൂരപ്പനും നിറഞ്ഞു നിൽക്കുന്നു. ഗുരുവായൂർ എന്ന സ്ഥലം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഐതിഹ്യങ്ങൾ, ക്ഷേത്രത്തിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ വിശദമായ വിവരണം, പഴയകാലം മുതലുള്ള ആഘോഷങ്ങൾ തുടങ്ങിയ സമകാലിക അവസ്ഥ വരെ വളരെ വിശദമായും സൂക്ഷ്മമായും പ്രതിപാദിച്ചിട്ടുള്ള പൂർണ്ണാവതാരം എന്ന ഗ്രന്ഥത്തിലെ വിശദീകരണങ്ങളാണ് പറയുന്നത്. ഗുരുവായൂർ ചരിത്രവും മഹാത്മ്യങ്ങളും എല്ലാവരും അറിയുക. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ മഹാത്മ്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഓരോ ദിവസവും ഇടവിട്ട് ഓരോ വീഡിയോ ഇടാം. എല്ലാവരും ഗുരുവായൂർ ചരിത്രവും അവിടുത്തെ മഹാത്മ്യങ്ങളും അറിഞ്ഞു വയ്ക്കുക. പ്രാചീന കാലം മുതൽക്ക് ഉപനിഷത് കൃതികളും ഇതിഹാസങ്ങളും ആധ്യാത്മിക തത്വചിന്തകളും ഭാരതത്തെ ലോകശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നു. പല പണ്ഡിതന്മാരും സംസ്കൃതം പഠിക്കുവാനായി മാത്രം ഭാരതത്തിൽ വന്നു. ഉപനിഷത്തുക്കൾ തർജ്ജമ ചെയ്യപ്പെട്ടു. ഋഷീശ്വരന്മാരുടെ പ്രബോധനങ്ങളും ആരാധനാ കേന്ദ്രങ്ങളുടെ സാന്നിധ്യവും ഇതിന് ഉത്തേജനം നൽകി. കാശി വിശ്വനാഥ ക്ഷേത്രവും രാമേശ്വര ക്ഷേത്രവും ഹിന്ദുക്കളുടെ അധ്യാത്മ വിദ്യാലയങ്ങൾ എന്ന നിലയിലും ഒഡീഷയിലെ കൊണാർക്ക് ശില്പഭംഗിയാലും ഖജൂരഹോ ക്ഷേത്രം രതിശില്പങ്ങളുടെ മഹിമയാലും വിദേശ തീർത്ഥാടകരെ പോലും ആകർഷിച്ചു. ഇപ്പറഞ്ഞ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് സ്ഥല മഹാത്മ്യവും ബിംബ മഹാത്മ്യവുമാണ്. ക്ഷേത്രപ്രവേശന സമര ചരിത്രമാണ് അന്താരാഷ്ട്ര പ്രശസ്തി നൽകിയത്. പരമശിവനും പ്രചേതസ്സുകളും ഇവിടുത്തെ തീർത്ഥക്കരയിൽ തപസ് അനുഷ്ഠിച്ചതിനാൽ പരിപാവനമായതാണ് ഈ പുണ്യഭൂമി. പരമശിവൻ രുദ്രതീർത്ഥത്തിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന സമയത്ത് പ്രജാപതിത്വം ലഭിക്കുവാനായി പ്രചേതസ്സുകളും തപസ് അനുഷ്ഠിക്കുവാൻ എത്തിയിരുന്നു. പരമശിവൻ ഇവർക്ക് രുദ്രഗീതം ഉപദേശിച്ചു. അപ്പോൾ പ്രചേതസ്സുകൾ രുദ്രഗീതം 10,000 വർഷം ജപിച്ചതിൻ്റെ ഫലമായി മഹാവിഷ്ണു പ്രത്യക്ഷനാവുകയും ഇവർക്ക് ദക്ഷപ്രജാപതിയെ പുത്രനായി ലഭിക്കുകയും ഉണ്ടായി എന്നാണ് ഐതിഹ്യം. അപ്പോൾ രുദ്രതീർത്ഥക്കര ഏകദേശം ഗുരുവായൂരിൽ നിന്നും അമിയൂർ, താമരയൂർ പ്രദേശത്തോളം ഉണ്ടായിരുന്നുവെന്നും ഇവിടം മുഴുവൻ താമരപ്പൂക്കളാൽ സമൃദ്ധമായിരുന്നുവെന്നും പറയപ്പെടുന്നു. അയൽ പ്രദേശമായ താമരയൂരിന് ആ പേര് ഇങ്ങനെ ലഭിച്ചതാകാൻ ഇടയുണ്ട്. പിൽക്കാലത്ത് മേൽപ്പത്തൂർ നാരായണീയ കാവ്യത്തിൽ ജലാശയം അഥവാ താമരപ്പൊയ്ക വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ തപസ്സിനാൽ മാത്രമേ പ്രജാസൃഷ്ടി വർദ്ധിപ്പിക്കാനാവൂ എന്ന് മനസ്സിലാക്കി അതിനായുള്ള സ്ഥലം അന്വേഷിച്ച് പ്രചേതസ്സുകൾ പടിഞ്ഞാറോട്ട് പുറപ്പെട്ടു. പോകും വഴി അവിടെ ഒരു വിശേഷപ്പെട്ട താമരപ്പൊയ്ക കണ്ടു. താമരപ്പൊയ്കയുടെ കരയിലാണ് പരമശിവൻ ഭഗവത് സ്തോത്രം പ്രചേതസ്സുകൾക്ക് ഉപദേശിച്ചതത്രേ. പാതാള അഞ്ജന ശിലയാൽ നിർമ്മിതമായ ഗുരുവായൂരപ്പ വിഗ്രഹം വളരെ ദിവ്യമാണ്. വൈകുണ്ഠത്തിൽ പൂജിച്ചിരുന്ന മഹാവിഷ്ണു വിഗ്രഹം ബ്രഹ്മാവിനും, ബ്രഹ്മാവ് അത് സുതപസിനും പത്നിക്കും, അവരിൽ നിന്ന് കശ്യപനും പൃശ്നിക്കും ആരാധനയ്ക്ക് ലഭിച്ചു. ഈ ചൈതന്യ വിഗ്രഹത്തെ ആരാധിച്ചതിൻ്റെ ഫലമായി മഹാവിഷ്ണു അവർക്ക് പുത്രനായി അവതരിക്കുമെന്നും 3 ജന്മങ്ങളിൽ പുനർജനിക്കുമെന്നും അരുളി ചെയ്തു. ഇപ്രകാരം ആദ്യം പൃശ്നിഗർഭനായും രണ്ടാമത് അതിഥിയിൽ കശ്യപന് ഉപേന്ദ്രൻ അഥവാ വാമനനായും അവസാനം ദേവകിയിൽ വസുദേവർക്ക് സാക്ഷാൽ വാസുദേവനായും അഥവാ ശ്രീകൃഷ്ണനായും അവതരിച്ചു. ദേവകി വസുദേവരുടെ 8ാമത്തെ പുത്രനായാണ് ശ്രീകൃഷ്ണൻ ജന്മമെടുത്തത്. ഇങ്ങനെ അവതരിച്ച ഭഗവാൻ തന്നെ പിന്നീട് ദേവകി വസുദേവർ ആരാധിച്ചിരുന്ന പുണ്യവിഗ്രഹത്തെ ദ്വാരകയിൽ പ്രതിഷ്ഠിക്കുകയാണ് ഉണ്ടായത്. ദ്വാരകയിൽ വസിച്ച ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ചുവെന്നും സ്വർഗാരോഹണ സമയം ആയെന്നും മനസ്സിലാക്കി. ദ്വാരകയിലെ ചൈതന്യവത്തായ മഹാവിഷ്ണു വിഗ്രഹം കലിയുഗത്തിൽ ഭക്തജനങ്ങൾക്ക് മോക്ഷപ്രാപ്തി നൽകുവാൻ ഇടയാകുമെന്ന് ഭഗവാൻ ഉദ്ധവരോട് അരുളി ചെയ്തു. ബൃഹസ്പതിയോടൊത്ത് ഉചിതമായ സ്ഥലത്ത് വിഗ്രഹം പ്രതിഷ്ഠിച്ച് ആരാധിക്കുവാൻ ഉപദേശിച്ചു. അധികം വൈകിയില്ല, ദ്വാരക പ്രളയത്തിലകപ്പെട്ടു. പ്രളയജലത്തിന് മുകളിൽ ആർത്തിരമ്പുന്ന തിരമാലകൾക്കിടയിൽ ദിവ്യവിഗ്രഹം ആന്തോളനം ചെയ്തുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. വരുണ ഭഗവാനെ പ്രാർത്ഥിച്ച് അലയാഴിയെ ഒതുക്കി വിഗ്രഹം കരയ്ക്കടുപ്പിക്കുകയും ചെയ്തു. അപ്പോൾ പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ സ്ഥലം തേടി വിഗ്രഹവും ഏന്തി പുറപ്പെട്ട് ഗുരുവും ഉദ്ധവനും മാർഗമധ്യേ വായുവും കൂടിച്ചേർന്നു. ഉചിതമായ സ്ഥലം കേരളക്കരയിലുണ്ടെന്ന പരശുരാമ സൂചന സ്വീകരിച്ച് അവർ വിഗ്രഹവുമായി രുദ്രതീർത്ഥക്കരയിലെത്തി. സമുദ്രത്തിനോട് വളരെ അടുത്ത പ്രദേശമാണിത്. രുദ്രതീർത്ഥക്കരയിൽ വെച്ച് പരമശിവനും പാർവതിയും മഹാവിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ഉത്തമമായ സ്ഥലം ഇവിടമാണെന്ന് അരുളി ചെയ്തു.
ദിവ്യവിഗ്രഹത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം കഴിഞ്ഞ് തീർത്ഥക്കുളക്കര വിട്ടു മറുകരയിൽ മമ്മിയൂരിൽ പാർവതിയോടൊത്ത് പരമശിവൻ സസന്തോഷം വാഴുവാൻ ആരംഭിച്ചു. ഇപ്രകാരം മഹിമയാർന്ന ഊരാണ് മമ്മിയൂരായത്. ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ തീർത്ഥക്കരയിലെ ഈ പുണ്യസ്ഥലം ഗുരുവായൂർ എന്ന് അറിയപ്പെടുമെന്ന് അനുഗ്രഹിച്ചു. പ്രതിഷ്ഠാകർമ്മങ്ങൾ കുംഭമാസത്തിലെ പൂയൻ നാളിൽ തുടങ്ങി അനിഴം നാളിൽ അവസാനിക്കുകയും ചെയ്തു. ദേവശില്പിയായ വിശ്വകർമാവാണ് ക്ഷേത്രം നിർമ്മിച്ചതെന്നാണ് വിശ്വാസം. വിഷു ദിവസം, അതായത് മേടം 1-ന് ഉദയ സൂര്യകിരണങ്ങൾ ഭഗവത് പാദങ്ങളെ പുണരും വിധമായിരുന്നു നിർമ്മിതി. വൈകുണ്ഠത്തിലെ മഹാവിഷ്ണു വിഗ്രഹം സർവചൈതന്യ സമ്പൂർണമായി ഇവിടെ പ്രതിഷ്ഠാപിതമായതിനാൽ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠമായി അറിയപ്പെടുന്നു. ഗർഭഗൃഹം മാത്രമുള്ള അല്പപ്രസാദമായിരിക്കണം, അതായത് ചെറിയ ശ്രീകോവിൽ. പണ്ട് ഈ ശ്രീകോവിലിന് ചുറ്റും സുരക്ഷയ്ക്കും പൂജാ ആവശ്യങ്ങൾക്കുമായി കിണറും ചുറ്റമ്പലവും തിടപ്പള്ളിയും അന്ന് നിർമ്മിച്ചതാവാം. കിഴക്കുമാടവും പുറംമതിലും പിന്നീട് ഉണ്ടാക്കിയതും. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ മണിക്കിണറിൽ നിന്ന് തീർത്ഥജലമെടുത്ത് ഗുരുവും വായുവും ചേർന്ന് ബിംബപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരുവായൂരപ്പ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്തുവെന്നതിനാലാണ് ഈ കിണർ പവിത്രമായത്. പഴയ മൂലക്ഷേത്രത്തിൻ്റെ പരിധി സൂചിപ്പിക്കുന്ന നിർമ്മിതി വലിയ ബലിക്കല്ല് മാത്രമാണ്. മൂലാലയ വിസ്താരമാകുന്ന ദണ്ഡിൻ്റെ 7 ഇരട്ടി അകലത്താണ് ഇതെന്ന കണക്കിൽ അന്നത്തെ മൂലാലയ വിസ്താരം 5 ഹസ്തവും 2 അങ്കുലവും ആയിരിക്കാം. ഐതിഹ്യങ്ങളുടെ നിറപറയാണ് ഗുരുവായൂരപ്പനും അതുവഴി ഗുരുവായൂരും. ദേശസഞ്ചാരിയും മഹാപണ്ഡിതനും യോഗിയുമായിരുന്ന ആദിശങ്കരൻ കാലടിയിൽ നിന്ന് ശൃംഗേരിയിലേക്കുള്ള പ്രയാണത്തിനിടെ ഒരു ദിവസം ഗുരുവായൂരിലെത്തി. ക്ഷേത്രത്തിൽ ഉത്സവത്തോടനുബന്ധിച്ച് ശ്രീഭൂതബലി നടക്കുകയായിരുന്നു. എന്നുവെച്ചാൽ ഭൂതഗണങ്ങളെ വിധിപ്രകാരം ഊട്ടുന്ന ചടങ്ങ്. അതിൽ സംബന്ധിച്ചില്ലെന്ന് മാത്രമല്ല, ഭഗവാനെ വേണ്ട വിധം വണങ്ങാതെ മാനിക്കാതെ ശങ്കരൻ യാത്ര തുടർന്നു. ഭഗവാന് ഈ അഹങ്കാരം പിടിച്ചില്ല. അപ്പോൾ പുറത്തിറങ്ങിയ ആദിശങ്കരന് എവിടെ പോകണമെന്നറിയാതെ ദിഗ്ഭ്രമമുണ്ടായി. എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറെ വായുകോണിലെത്തിയ നേരത്തെ എന്തോ അനിഷ്ടം സംഭവിച്ച മട്ടിൽ വാദ്യഘോഷങ്ങൾ നിലച്ചു. ശ്രീഭൂതബലി നിലച്ചു. തൊട്ടു പിന്നാലെ മാർഗവിഘ്നം സംഭവിച്ച് ശ്രീശങ്കരൻ ക്ഷേത്രത്തിലെത്തി. സ്ഥലകാലബോധം വന്ന് കണ്ണു തുറന്ന ശ്രീശങ്കരൻ ചതുർബാഹുവായ മഹാവിഷ്ണുവിനെ സാഷ്ടാംഗം പ്രണമിച്ച് ക്ഷമായാചനം നടത്തി. 8 ശ്ലോകങ്ങൾ ചൊല്ലി അർച്ചന നടത്തി. പിൽക്കാലത്ത് ഗോവിന്ദാഷ്ടകം എന്ന പേരിൽ ശങ്കരാചാര്യരുടെ ഈ ശ്ലോകങ്ങൾ അറിയപ്പെട്ടു. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം വന്ദ്യാശേഷഗുണാബ്ദീം പ്രണമത ഗോവിന്ദം പരമാനന്ദം എന്നിങ്ങനെ 8 ശ്ലോകവും ഫലശ്രുതി ശ്ലോകവും ചേർന്നതാണ് ഗോവിന്ദാഷ്ടകം. ഗണപതി, ദേവി, ശിവൻ, വിഷ്ണു, ശാസ്താവ് മുതലായ ദേവീദേവന്മാരെ സ്തുതിക്കുന്നവയാണ്. തുടർന്ന് ആദിശങ്കരൻ ഗുരുവായൂരിൽ ഭജനമിരുന്നു. വൃശ്ചിക 1-ന് ആരംഭിച്ച് 41 ദിവസം നീണ്ടു നിൽക്കുന്ന മണ്ഡല വിളക്കും വിശേഷ അനുഷ്ഠാനങ്ങളും പൂജാക്രമങ്ങളും അക്കാലത്ത് അദ്ദേഹം ചിട്ടപ്പെടുത്തിയതാണ്. ഗുരുവായൂരപ്പൻ്റെ ശ്രീഭൂതബലി പ്രദക്ഷിണം നടക്കുമ്പോൾ ദേവീദേവന്മാർ മഹാവിഷ്ണു വിഗ്രഹം വണങ്ങി പുഷ്പവൃഷ്ടി നടത്തുന്നു എന്ന് സങ്കല്പമുണ്ട്. വടക്ക് പടിഞ്ഞാറ് വായുകോണിൽ ഒരു തുള ഇപ്പോഴും കാണാം. ഇന്നും ശ്രീശങ്കരന് മാർഗഭ്രംശം നൽകി സന്ദേഹശമനം വരുത്തിയതിൻ്റെ ഓർമ്മയ്ക്ക് ശ്രീഭൂതബലി സമയത്ത് അല്പസമയം പ്രദക്ഷിണ വഴിയിൽ വാദ്യം നിർത്തുന്ന പതിവുമുണ്ട്. പണ്ട് മേൽശാന്തി മാത്രം പൂജയ്ക്കുണ്ടായിരുന്ന കാലത്ത് നെന്മിനി അച്ഛൻ നമ്പൂതിരി മകനെ പൂജയ്ക്ക് ചുമതലപ്പെടുത്തി അത്യാവശ്യമായി പുറത്തുപോയി. നിവേദ്യങ്ങൾ ഭഗവാൻ ഭക്ഷിക്കുമെന്നായിരുന്നു ഉണ്ണിയുടെ വിശ്വാസം. നേദ്യം കഴിഞ്ഞിട്ട് ഭഗവാൻ പൂജിക്കാത്തത് കണ്ട നെന്മിനി ഉണ്ണി തൈരും കണ്ണിമാങ്ങയും കൂടി കൊണ്ടുവന്ന് ഭഗവാന് നൽകി. എന്നിട്ടും ഭഗവാൻ ഭക്ഷിക്കാഞ്ഞത് കണ്ട് ഭയന്ന ഉണ്ണി അച്ഛൻ തന്നെ ശാസിക്കുമെന്ന് പറഞ്ഞ് ഭഗവാനെ നേദ്യം കഴിക്കുവാൻ നിർബന്ധിച്ചു. നിർബന്ധം സഹിക്കവയ്യാതെയായപ്പോൾ ഭഗവാൻ നേദ്യം കഴിച്ചു. ഒഴിഞ്ഞ പാത്രങ്ങൾ ഉണ്ണി കഴകക്കാരന് നൽകി. നേദ്യം ഉണ്ണി ആഹരിച്ചതാണെന്ന് തെറ്റിദ്ധരിച്ച് മേൽശാന്തിയോട് കഴകക്കാരൻ വാര്യർ ഇങ്ങനെ പരാതിപ്പെട്ടു. അച്ഛൻ ഉണ്ണിയെ തല്ലാനായി മുതിർന്നപ്പോൾ ശ്രീലകത്ത് നിന്ന് അശരീരി ഉണ്ടായി. ഞാനാണുണ്ടത്, ഉണ്ണിയെ തല്ലണ്ട. അങ്ങനെ ഈ ഐതിഹ്യപ്രകാരമാണ് പുത്തരി ദിവസം ഉപ്പുമാങ്ങാ നിവേദ്യവും മറ്റെല്ലാ ദിവസവും തൈരും ഭഗവാന് നിവേദിക്കുന്നത്. ഗുരുവായൂർ ദർശനത്തിന് വരുന്നവരെ കിഴക്ക് ഭാഗത്തുള്ള ആൽത്തറയും ഗരുഡരൂപവുമാണ് എതിരേൽക്കുന്നത്. മഞ്ജുളാൽ എന്നറിയപ്പെടുന്നത് സാത്വികയും പരമഭക്തയുമായിരുന്ന മഞ്ജുള എന്ന പെൺകുട്ടിയെ ഓർത്തുകൊണ്ടാണ്. ഭഗവാന്റെ തിരുനടയിൽ നിത്യേന മാല ചാർത്താറുള്ള ഈ പെൺകുട്ടി ഒരു ദിവസം വൈകി എത്തിയതിനാൽ നടയടയ്ക്കുകയും മാല ചാർത്താനാവാതെ സങ്കടപ്പെടുകയും ഉണ്ടായി. മഞ്ജുളാൽ തറയിൽ ദുഃഖിച്ചു നിൽക്കുന്ന ഇവളെ കണ്ട മഹാകവി പൂന്താനം
സർവ്വവ്യാപിയായുള്ള ഭഗവാനുള്ള മാല ഭക്ത്യാദരവോടെ ആൽമുര ചുവട്ടിലെ കല്ലിൽ ചാർത്തുവാൻ നിർദ്ദേശിച്ച് സാന്ത്വനിപ്പിച്ചു. അപ്രകാരം ചെയ്ത് അവൾ മടങ്ങി. പിറ്റേന്ന് നിർമ്മാല്യ സമയത്ത് മറ്റെല്ലാ മാലകളും മാറ്റിയിട്ടും ഒരു മാല മാറ്റാനാവാതെ മേൽശാന്തി നിൽക്കുമ്പോൾ ഭക്തർക്കിടയിലുണ്ടായിരുന്ന പൂന്താനം തലേനാൾ ഉണ്ടായ സംഭവം വിവരിക്കുകയും ഈ മാല അതാണെങ്കിൽ നീക്കം ചെയ്യുവാൻ അനുവാദം അങ്ങനെ ഭഗവാനോട് അനുവദിക്കണമെന്നും പ്രാർത്ഥിച്ചു. തത്സമയം ഉതിർന്നു വീണ മാല മഞ്ജുളാൽ തറയിലെ ഭഗവത് സാന്നിധ്യം വെളിപ്പെടുത്തുന്നു. പവിത്രമായ ആ വടവൃക്ഷത്തെ അന്നു മുതൽ ആരാധിക്കുകയും മഞ്ജുളാൽ എന്ന പേർ വിഖ്യാതമാവുകയും ചെയ്തു. മഞ്ജുളാൽ തറയിലെ ഗരുഡ പ്രതിമ പ്രശസ്ത ശില്പിയായ ബാലകിയാണ് നിർമ്മിച്ചത്. 1970-76 കാലഘട്ടത്തിലാണ് നിർമ്മാണം. കുട്ടികൾക്ക് ഓണപ്പുടവ നൽകിയാൽ സന്താന സൗഭാഗ്യം ലഭിക്കുമെന്നായിരുന്നു വിശ്വാസം. ഇത്തരത്തിൽ ഒരവസരത്തിൽ മല്ലിശ്ശേരി കാരണവർ ഓണപ്പുടവ നൽകുമ്പോൾ ഒരു കുട്ടി വലതു കൈയിൽ ഒരെണ്ണം സ്വീകരിച്ച് ഇടം കൈയിൽ മറ്റൊന്ന് വേണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ മനക്കൽ ഉണ്ണികൾ എന്നും കുറവായതിനാൽ മല്ലിശ്ശേരി ഒട്ടും മടി കാണിക്കാതെ 2 കൈയിലും നൽകി. ഒരാൾക്ക് മാത്രം 2 എണ്ണം നൽകുന്നതിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടെങ്കിലും ശാസനാരൂപത്തിൽ പറഞ്ഞ് 2 കൈയിലും ഉണ്ണിക്ക് നൽകി. മറ്റുള്ളവർ വിഡ്ഢികളായതിനാലാണ് ഒരെണ്ണം കൊണ്ട് തൃപ്തിപ്പെട്ടതെന്നും ആ ഉണ്ണി മറുപടി പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം നട തുറന്നപ്പോൾ ഭംഗിയുള്ള 2 പുതുവസ്ത്രങ്ങൾ ഭഗവത് ബിംബത്തിൽ കണ്ട മേൽശാന്തി അത്ഭുതപ്പെട്ടു. ഇതാരെങ്കിലും ശ്രീലകത്ത് കയറി ഒപ്പിച്ചതാവാമെന്നും ചർച്ച വന്നു. എന്നാൽ ഇത് കേട്ട് മല്ലിശ്ശേരി വിഷണ്ണനായി നിൽക്കുമ്പോൾ ഇന്നലെ 2 കൈയിലും മല്ലിശ്ശേരി നൽകിയ ഓണപ്പുടവയാണെന്ന് ശ്രീകോവിലിൽ നിന്ന് അശരീരി ഉണ്ടായി. ഇതിൻ്റെ തുടർച്ചയായി കൊല്ലം തോറും മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടിൻ്റെ വകയായി 2 ഓണപ്പുടവ തിരുവോണ നാളിൽ ഗുരുവായൂരപ്പന് ചാർത്തുക പതിവായി. ഉത്സവ അവസാന ഭഗവാന് ആറാട്ട് ചടങ്ങിന് ഇളനീരഭിഷേകം പരമപ്രധാനമാണ്. ഇളനീർ ഗുരുവായൂരിനടുത്ത തമ്പുരാൻ പടിയിലുള്ള ഈഴവ കുടുംബത്തിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പണ്ട് ആറാട്ട് ദിവസം കിട്ട എന്ന ഒരാൾ തലയിൽ ഒരു ചുമട് ഇളനീർ കുലയുമായി ഓടിക്കിതച്ചെത്തുകയും ക്ഷേത്രം ഊരാളന്മാർക്ക് നൽകുകയും ചെയ്തു. അപ്പോൾ കിട്ടയുടെ വീട്ടുപടിക്കൽ ക്ഷേത്രം കീഴ്ശാന്തിമാരിൽ ഒരാൾ അന്നേ ദിവസം ദാഹമകറ്റുവാൻ ഇളനീരിനാവശ്യപ്പെട്ട് എത്തിയിരുന്നു. എങ്കിലും പെട്ടെന്ന് നൽകുവാനായില്ല. ഏറെ താമസിയാതെ ഇളനീർ കുലകളെല്ലാം താഴെ വീണു. വീണതെല്ലാം പെറുക്കിയെടുത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ച കിട്ട വേണ്ടതുപോലെ ചെയ്തു കൊള്ളുവാൻ ഏൽപ്പിച്ചു മടങ്ങി. അന്നേ ദിവസം കീഴ്ശാന്തിമാരാരും പുറത്ത് പോയിട്ടില്ലെന്നും ഗുരുവായൂരപ്പൻ പ്രയോഗിച്ച വിദ്യയാവാമെന്നും കരുതി കരുക്കുകൾ ആറാട്ട് സമയത്ത് അഭിഷേകം നടത്തി. ഇതേ തുടർന്ന് കിട്ടയുടെ കുടുംബത്തിന് ഇളനീരെത്തിക്കുവാനുള്ള അവകാശം ഇന്നും തുടരുന്നു. പണ്ട് തൃക്കണാമതിലകത്തിൻ്റെ കീഴടമായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം. ഗുരുവായൂരിൻ്റെ ഉത്സവ ചുമതല തൃക്കണാമതിലകത്തിനായിരുന്നതിനാൽ അവിടുത്തെ ഉത്സവശേഷം ആനകളെ ഗുരുവായൂർ എഴുന്നള്ളിപ്പിന് അയക്കുന്ന പതിവുണ്ടായിരുന്നു. ക്ഷേത്ര ഭരണാധികാരികളായ കൊച്ചി രാജാവും സാമൂതിരിയും തമ്മിൽ സ്വരച്ചേർച്ച കുറവിനാൽ ഒരു വർഷം ഇവിടേക്ക് ആനകളെ അയക്കാതെ മതിലകത്ത് തളച്ചു. എന്നാൽ രാത്രി ആനകൾ ചങ്ങല പൊട്ടിച്ച് ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലെത്തി എന്നാണ് ഐതിഹ്യം. ഈ ആനകളെ അന്ന് തളച്ചത് മാതോമ്പാട്ട് നമ്പ്യാരാണ്. ഈ സ്മരണ നിലനിർത്തുന്നതിനാണ് ഇവിടുത്തെ ഉത്സവത്തിന് മുന്നോടിയായി ആനയോട്ടം നടത്തുന്നത്. മഞ്ജുളാൽ തറയുടെ സമീപത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആനകൾ ഓടിയെത്തി ക്ഷേത്രം കൊടിമരം വലം വെച്ച് വന്ദിക്കുക എന്നതാണ് ചടങ്ങ്. ആദ്യം വന്ദിക്കുന്ന ആനയെ വിജയിയായി പ്രഖ്യാപിക്കുന്നു. ഉത്സവകാലം മുഴുവൻ വിജയിയായ ആനയ്ക്ക് പ്രത്യേക പരിഗണന നൽകി ഭഗവാൻ അരികിൽ ക്ഷേത്രത്തിനകത്ത് നിർത്തി നിവേദ്യം എന്നിവ ഒരു അവകാശം എന്ന നിലയിൽ നൽകി വരുന്നു. ശീവേലി എഴുന്നള്ളിപ്പിനും ഈ ആന തന്നെയാണ് ഭഗവത് തിടമ്പ് ഏറ്റുന്നത്. അപ്പോൾ മുൻകാലങ്ങളിൽ ആനയോട്ടത്തിന് കൂടുതൽ ആനകൾ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ആനത്തറവാട്ടിൽ നിന്ന് പങ്കെടുക്കാറുണ്ട്. വന്യജീവി സംരക്ഷണ നിയമങ്ങൾ നിലവിൽ വന്നതിന് ശേഷം ആനയോട്ടത്തിൻ്റെ രീതിയിൽ മാറ്റം വന്നിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ ഇല്ലംവക വൻതോതിൽ നമസ്കാര സദ്യ, അതായത് വഴിപാട് സദ്യ നടത്തുന്ന പതിവുണ്ടായിരുന്നു. ഊരാളനായ മല്ലിശ്ശേരി നമ്പൂതിരിപ്പാടാണ് ചുമതലക്കാരൻ. വഴിപാട് നേർന്നയാൾ സമീപിച്ചപ്പോൾ കീഴ്ശാന്തി ദീർഘകാല അവധിയിലായിരുന്നതിനാൽ ഊരാളനായ മല്ലിശ്ശേരി വിഷമിച്ചുപോയി. ധർമ്മസങ്കടത്തോടെ ഭഗവാനെ പ്രാർത്ഥിച്ചു കിടന്നു. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ക്ഷേത്രത്തിലെത്തിയപ്പോൾ പതിവ് പോലെ സദ്യ ഒരുക്കിയത് കണ്ടു. അത്ഭുതവും സന്തോഷവും തോന്നിയ മല്ലിശ്ശേരി സദ്യയെല്ലാം മുറ പോലെ പ്രതീക്ഷിച്ചതിലും കെഗേമമായി നടന്നതിനാൽ കീഴ്ശാന്തിയെ പ്രത്യേകം വിളിച്ചന്വേഷിച്ചു. സദ്യ ഒരുക്കി കുളിക്കാൻ പോയ കീഴ്ശാന്തിയെ കണ്ടവരാരുമില്ല. ഇല്ലത്ത് അന്വേഷിച്ചതിൽ നിന്ന് അദ്ദേഹം തീരെ കിടപ്പാണെന്നും അന്നേ ദിവസം പുറത്തിറങ്ങിയിട്ടില്ല എന്നും അറിഞ്ഞു. ആപൽ ബാന്ധവനായ ഗുരുവായൂരപ്പൻ തന്നെ ദേഹണ്ണക്കാരനായതെന്നാണ് വിശ്വാസം. മുൻകാലങ്ങളിൽ ഓരോരുത്തർക്കും ഓരോ പ്രവൃത്തിക്കും നൽകേണ്ട തുക കൊടുക്കുകയോ അല്ലെങ്കിൽ കൊടിമര ചുവട്ടിൽ മാറ്റിവെക്കുകയോ ചെയ്തിരുന്നു.
അതിലൊന്ന് കീഴ്ശാന്തിക്ക് പാചകവൃത്തിക്ക് വേണ്ടി നൽകുന്ന സംഖ്യയാണ്. എല്ലാ മാസത്തിലും തിങ്കൾ ഭജനത്തിനായി പൂന്താനം ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്താറുണ്ടായിരുന്നു. കിലോമീറ്ററുകളോളം നടന്നു വരുന്ന പൂന്താനത്തെ വിജനമായ ഒരു സ്ഥലത്ത് വെച്ച് കൊള്ളക്കാർ പിടികൂടി. വിരലിലെ മോതിരം മാത്രമാണ് വിലപിടിപ്പുള്ള വസ്തുവായി കൈവശം ഉള്ളതെങ്കിലും പൂന്താനം ഭയപ്പെട്ട് ഭഗവാനെ വിളിച്ച് അബോധാവസ്ഥയിലായിപ്പോയി. അപ്പോൾ കുറച്ചു സമയത്തിന് ശേഷം ഭഗവാന്റെ വനമാലയുടെ പരിമളമേറ്റ് ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ സാമൂതിരിയുടെ മന്ത്രിയായിരുന്ന മങ്ങാട്ടച്ചനെയാണ് പൂന്താനം കണ്ടത്. മങ്ങാട്ടച്ചനെ ഭഗവാൻ തന്നെ രക്ഷകനായി അയച്ചുവല്ലോ എന്ന് പൂന്താനത്തിന് തോന്നി. സന്തോഷപൂർവ്വം തൻ്റെ വിരലിലെ മോതിരം അദ്ദേഹത്തിന് നൽകി. മേൽശാന്തിക്ക് ഇതേ ദിവസം സ്വപ്നദർശനമുണ്ടായി. പൂന്താനത്തിന്റെ മോതിരം തിരികെ നൽകണം എന്ന അശരീരി. പിറ്റേന്ന് നട തുറന്ന മേൽശാന്തി ഭഗവത് വിഗ്രഹത്തിൽ താൻ ചാർത്താത്ത മോതിരം കാണുകയും അത് പൂന്താനത്തിന് നൽകുകയും ചെയ്തു. തന്നെ രക്ഷിച്ച മങ്ങാട്ടച്ചന് സമ്മാനിച്ച മോതിരം വിഗ്രഹത്തിൽ ഭഗവാന്റെ വിരലിൽ കണ്ട് പൂന്താനം ഇതികർത്താവൃതമൂഢനായി നിന്നു. മഹാകവി വള്ളത്തോളിന്റെ ആ മോതിരം എന്ന കവിതയിൽ ഈ ഐതിഹ്യത്തെ മനോഹരമായി അവതരിപ്പിച്ചിട്ടുണ്ട്. സന്ധ്യ കഴിഞ്ഞ സമയത്ത് ക്ഷേത്ര ദർശനത്തിനായി പോകുന്ന ബ്രാഹ്മണനെ ഭംഗിയായി വർണ്ണിച്ചിരിക്കുന്നു. കൊള്ളക്കാരെ കണ്ട് ഭയന്ന് അബോധാവസ്ഥയിലായ പൂന്താനത്തിന് മുന്നിൽ മങ്ങാട്ടച്ചനെ കണ്ടത് ഇപ്രകാരം വർണ്ണിച്ചിരിക്കുന്നത് കാണാം. കുന്നലക്കോന്റെ മന്ത്രി മങ്ങാട്ടച്ചൻ ചെന്നിണം വാർന്ന വാളുമായി കാണായി. പൂന്താനത്തിന് മോതിരം നൽകണമെന്ന് ഈ വരികളിലൂടെ വർണ്ണിക്കുന്നു. എങ്ങനെ? പൂന്താനം തൊഴാൻ വന്നാൽ കൊടുക്കുക പൂതശോകനി മോതിരമെന്നായി. അപ്പോൾ പൂന്താനത്തിൻ്റെ ഭക്തിയും മേൽപ്പത്തൂരിൻ്റെ വിഭക്തിയും സംബന്ധിച്ച് പ്രസിദ്ധമായ പല കഥകളുണ്ട്. വള്ളത്തോളിൻ്റെ ഭക്തിയും വിഭക്തിയും എന്ന കവിതയിൽ സംസ്കൃത പണ്ഡിതനായ മേൽപ്പത്തൂരിനെയും മലയാള ഭാഷയിൽ ജ്ഞാനപ്പാന രചിച്ച പൂന്താനം നമ്പൂതിരിയെയും പ്രതിപാദിച്ചതായിട്ട് നമുക്ക് കാണാം. മലയാള ഭാഷ വളർച്ച നേടാതിരുന്ന കാലഘട്ടത്തിൽ പൂന്താനം ഭക്തിരസപ്രധാനമായ ജ്ഞാനപ്പാന എഴുതി തിരുത്തുവാനായി മേൽപ്പത്തൂരിനെ ഇങ്ങനെ കാണിക്കുന്നതാണ് കവിതയിലെ രംഗം. അപ്പോൾ ഭാഷാകൃതി തിരുത്തുവാൻ തനിക്ക് സമയമില്ലെന്നായിരുന്നു മേൽപ്പത്തൂരിൻ്റെ മറുപടി. അനന്തരം വാതരോഗം മൂർച്ഛിച്ച മേൽപ്പത്തൂര് ഒരു അശരീരി കേട്ടു. അശരീരിയുണ്ടായ ഭഗവത് വാക്യങ്ങളാണ് മുകളിൽ വർണ്ണിച്ചത്. ഒട്ടേറെ തത്വചിന്തകൾ ഉൾക്കൊള്ളുന്ന ഒരു കൃതിയാണ് ജ്ഞാനപ്പാന. മഹനീയമായ മധുരചിന്തകൾ മലയാളത്തിൽ കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന വിധം പാന വൃത്തത്തിൽ രചിച്ച് പൂന്താനത്തിൻ്റെ ഭക്തകവി മാത്രമായി ഒതുക്കുന്നത് ശരിയല്ല. അപ്പോൾ ഭഗവാന് പ്രിയപ്പെട്ടവനായിരുന്നു പൂന്താനം. ജ്ഞാനപ്പാന ഒരു ഭക്തി കാവ്യമല്ല, ലൗകികമായ ആർത്തികളെ കണക്കിന് പരിഹസിക്കുന്ന ജീവിത വിമർശനമാണ്. മേൽപ്പത്തൂർ നാരായണീയ രചന ഗുരുവായൂരപ്പന് മുന്നിലിരുന്ന് നടത്തിയിരുന്ന കാലഘട്ടത്തിൽ തന്നെയാണ് ജ്ഞാനപ്പാനയുടെ രചനയും എന്നാണ് ഇവരുടെ കണ്ടുമുട്ടലിൻ്റെ കഥ നൽകുന്ന തെളിവുകൾ. പൂന്താനത്തിനെ പരിഹസിച്ച് ഒഴിവാക്കിയതിന് മേൽപ്പത്തൂരിന് ശിക്ഷ കൊടുക്കുകയും ചെയ്തു. മേൽപ്പത്തൂർ ഓരോ ദശകം വീതം നാരായണീയം ശ്ലോകം രചിച്ച് ഭഗവാന് മുന്നിൽ സമർപ്പിക്കാറുണ്ട്. ഒരു ദിവസം പതിവ് പോലെ കാവ്യരചന നടത്തുന്നതിനിടയിൽ 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു കുട്ടി മുന്നിൽ വന്നിരുന്ന് ഭട്ടതിരി എഴുതിയ ശ്ലോകത്തിലെ അർത്ഥം ചോദിക്കാനും തെറ്റുകൾ തിരുത്താനും തുടങ്ങി. തുടർന്ന് എഴുതാനാവാതെ ഭട്ടതിരി ഉണ്ണികൃഷ്ണ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ച് കുട്ടിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. തത്സമയം ശ്രീകോവിലിൽ നിന്ന് അശരീരി ഉണ്ടായി. പൂന്താനത്തിൻ്റെ ഭക്തിയാണ് ഭട്ടതിരിയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം. തുടർന്ന് ജ്ഞാനപ്പാനയുടെ ആത്മാവ് ഉൾക്കൊണ്ട് നാരായണീയ രചന പൂർത്തിയാക്കി എന്ന് കരുതുന്നു. ഉദാത്തമായ തത്വചിന്തയുടെയും കാവ്യഭംഗി കടഞ്ഞ ഭാഗവത രഹസ്യത്തിൻ്റെയും ഗരിമയിൽ നാരായണീയവും മനസ്സിൽ കളിക്കുന്ന ഉണ്ണികൃഷ്ണൻ്റെ ലീലാവിലാസ ശൈലിയിൽ രചിച്ച ദുരന്തബോധവും ഗഹനമായ തത്വചിന്തകളുടെ ഉദ്ബോധനങ്ങളും തികഞ്ഞ ജ്ഞാനപ്പാനയും ഇന്നും ഭഗവാന്റെ ഇടവും വലവും ശംഖചക്രങ്ങളെപ്പോലെ പരിലസിക്കുന്നു. ഭഗവാന് ഭട്ടതിരിപ്പാടിനോടുള്ളതിനേക്കാൾ വാത്സല്യാതിരേകം പൂന്താനത്തിനോടായിരുന്നു. രണ്ടുപേരും ഭഗവാന്റെ പരമഭക്തരാണെങ്കിലും സംസ്കൃത പാണ്ഡിത്യത്തിലും കവനപാടവത്തിലും ഭട്ടപാദർ പൂന്താനത്തിനേക്കാൾ വളരെ മുന്നിലാണ്. സംസ്കൃതത്തിൽ വ്യുൽപ്പത്തി ഇങ്ങനെ കുറവായതിനാൽ ശ്ലോകങ്ങൾ ഉരുടുമ്പോൾ പൂന്താനത്തിന് തെറ്റുകൾ സംഭവിക്കാറുണ്ട്. ഇത് മേൽപ്പത്തൂരിൻ്റെ വിമർശനത്തിന് ഇടയാകാറുണ്ട്. അർത്ഥബോധമില്ലാത്ത രീതിയിൽ പൂന്താനം പത്മനാഭോ മരപ്രഭു എന്ന് ഉരുവിട്ടപ്പോൾ ഭട്ടപാദർ പത്മനാഭൻ വെറും മരങ്ങളുടെ പ്രഭു ആയിരുന്നില്ല, അമരപ്രഭു, അമരന്മാരുടെ കൂടി പ്രഭു ആയിരുന്നു എന്ന് തിരുത്തി. തത്സമയം ശ്രീലകത്ത് നിന്ന് സർവചരാചരങ്ങളുടെയും പ്രഭുവാണ് എന്ന് അശരീരി ഉണ്ടായി. പണ്ഡിതനായ വട്ടേരിക്കും തെറ്റുപറ്റിയിരിക്കുന്നു. ഈ ഐതിഹ്യപ്രകാരം നിർമ്മിച്ചതാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ തെക്കേ നടയിലെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിന് മുന്നിലെ മരപ്രഭുവിൻ്റെ പ്രതിമ. കൊച്ചി സംയോജനം നടന്ന അടുത്ത കാലം വരെ തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ വകയായി ഗുരുവായൂരപ്പന് നിത്യവും പാൽപ്പായസം വഴിപാടുണ്ടായിരുന്നു.
ഗുരുവായൂരപ്പൻ്റെ ഉത്സവത്തിൻ്റെ ആ വിഗ്രഹം ടിപ്പുവിൻ്റെ ആക്രമണം ഭയന്ന് അമ്പലപ്പുഴയ്ക്ക് കൊണ്ടുപോയിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിച്ചതായി പറയുന്ന കാലഘട്ടത്തിൽ പാൽപ്പായസം ഭഗവാന് നിവേദിച്ചിരുന്നു. ആക്രമണ ഭീഷണി മാറിയപ്പോൾ വിഗ്രഹം തിരികെ ഗുരുവായൂരിലേക്ക് കൊണ്ടുവരികയും കഴിഞ്ഞ കാലത്തെ അനുസ്മരിച്ച് തിരുവിതാംകൂർ മഹാരാജാവ് പാൽപ്പായസം നിത്യം വഴിപാടായി ഇവിടെ കഴിച്ചു തുടങ്ങിയെന്നും പറയപ്പെടുന്നു. അമ്പലപ്പുഴ കൃഷ്ണന് പാൽപ്പായസമാണ് ഇഷ്ടനിവേദ്യം, ഗുരുവായൂരപ്പന് പഴം കാളനും. അപ്പോൾ സ്വാദിഷ്ടമായ പാൽപ്പായസം ഗുരുവായൂരപ്പനുമായി പങ്കിടാൻ അമ്പലപ്പുഴ കൃഷ്ണൻ തയ്യാറല്ലായിരുന്നു. ഇതിൽ അനിഷ്ടം തോന്നിയ ഗുരുവായൂരപ്പൻ അമ്പലപ്പുഴ കൃഷ്ണന് ഒരുക്കുന്ന പാൽപ്പായസം കരിച്ചും പുകച്ചും കഴിയുന്നത്ര കേടുവരുത്തുവാൻ തുടങ്ങി. തിരികെ അമ്പലപ്പുഴ കൃഷ്ണനും ഗുരുവായൂരപ്പൻ്റെ കാളനും കരിച്ചും പുകച്ചും കേടുവരുത്താൻ ശ്രമിച്ചു. അങ്ങനെ ഇത് നിത്യസംഭവമായപ്പോൾ പ്രശ്നം വെച്ച് കാരണം കണ്ടുപിടിച്ചു. തുടർന്ന് തിരുവിതാംകൂർ മഹാരാജാവ് പാൽപ്പായസം ഗുരുവായൂരപ്പന് കൂടി നിവേദിക്കണമെന്ന് ഉത്തരവിട്ടു. പിന്നീട് രണ്ടും ഒരുപോലെ സ്വാദിഷ്ടമായി തീർന്നു എന്ന് കണ്ടു. തിരുവിതാംകൂർ മഹാരാജാവ് ഗുരുവായൂരപ്പന് സ്വർണ്ണ കിരീടം, സ്വർണ്ണ ഉടയാട, വെള്ളിക്കിണ്ണം നിറയെ ഇങ്ങനെ നിവേദ്യത്തിനുള്ള വെള്ളയരി മുതലായവയും വിഗ്രഹത്തിനൊപ്പം കൊടുത്തയച്ചെന്നും ഈ ഉരുപ്പടികൾ രഹസ്യ അറയിൽ സൂക്ഷിച്ചുവെന്നും പറയപ്പെടുന്നുണ്ട്. ആനന്ദ നൃത്തം ആയിരുന്നു പൂന്താനത്തിൻ്റെ അവസാന കൃതി. ഭക്തി സാഹിത്യത്തിന് അദ്ദേഹം നൽകിയ അമൂല്യ രത്നമാണ് ആ കൃതി. പൂന്താനം 90 വയസ്സുവരെ ജീവിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഒരു ദിവസം ഇല്ലത്തുള്ളവരോട് അദ്ദേഹം അതിഗംഭീരമായ സദ്യ ഒരുക്കുവാൻ ആവശ്യപ്പെട്ടു. ഉണ്ണികൃഷ്ണൻ ഉണ്ണാൻ വരുമെന്നും വൈകുണ്ഠത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോവുമെന്നും പറഞ്ഞ് എല്ലാവരെയും ഊണിന് വിളിച്ചു. ഉച്ചയൂണിന് സമയമായപ്പോൾ പള്ളിപ്പലക കൊണ്ടുവന്ന് അത് തളത്തിൻ്റെ നടുവിൽ വെച്ച് 2 നാക്കിലെയും ഒന്നിനു മേലെ ഒന്നായി വെച്ച് രാജോചിതമായ ആദരവും ആചാരവും നടത്തി ഉമ്മറത്ത് ചെന്ന് ഉണ്ണികൃഷ്ണനെ കാത്തു നിൽക്കുവാൻ തുടങ്ങി. കുറെ കഴിഞ്ഞപ്പോൾ ദാ വരുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് പൂന്താനം തുള്ളിച്ചാടി പടിക്കലേക്കോടി. കിങ്ങിണി കിലുങ്ങിയ ശബ്ദം കേട്ടില്ലേ എന്നും പറഞ്ഞ് ഒരു കുട്ടിയെ കൈക്ക് പിടിച്ച് നടക്കുന്ന അംഗവിക്ഷേപത്തോടെ കുശലം പറയുന്ന ചേഷ്ടകളോടെ വീടിന് അകത്ത് പ്രവേശിച്ചു. അവിടെ ഉണ്ടായിരുന്ന മറ്റാർക്കും കുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ ഗോപബാലൻ ചെയ്യുന്ന നൃത്തത്തിനൊപ്പം താളലയത്തോടെ പൂന്താനം ആനന്ദ നൃത്തം ചെയ്തു. ഉണ്ണികൃഷ്ണനെ ഊട്ടുന്ന പ്രതീതി ഉളവാക്കുന്ന ചേഷ്ടകൾ കാണിച്ച് അവിടെ ഉണ്ടായിരുന്നവരോട് തന്നെ വൈകുണ്ഠത്തിലേക്ക് ക്ഷണിക്കാനാണ് ഉണ്ണി വന്നതെന്നും പറഞ്ഞു. അന്നേ ദിവസം ആ മുഹൂർത്തത്തിൽ തന്നെ അന്ത്യയാത്രയായി എന്നും പറയപ്പെടുന്നു. അപ്പോൾ പൂന്താനത്തിൻ്റെ അന്ത്യനൃത്തം അത് പറഞ്ഞുകൊണ്ട് 1-ാം അധ്യായം ഇവിടെ നിർത്തുകയാണ്. ഇനി 2-ാമത്തേതെന്ന് പറഞ്ഞാൽ ചരിത്ര പദങ്ങളാണ്. അപ്പോൾ ഗുരുവായൂരപ്പനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. എല്ലാവരും ഭക്തിയോടെ കേൾക്കുക, പ്രാർത്ഥിക്കുക.